നോഹ സദോയുടെ ചിറകിലേറി കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. ഇന്നു നടന്ന സൂപ്പർ കപ്പ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്തത്. മത്സരത്തിൽ 2-0 എന്ന സ്കോറിനാണ് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചായ ഡേവിഡ് കാറ്റലയുടെ ആദ്യ മത്സരം കൂടിയായിരുന്നു ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഉറ്റുനോക്കിയത് പുതിയ കോച്ചിന്റെ കളിശൈലിയായിരുന്നു. എന്നാൽ മത്സരം തുടങ്ങി ആദ്യ മിനിറ്റുകളിൽ ബ്ലാസ്റ്റേഴ്സിന് ഒട്ടനവധി ചാൻസുകൾ ലഭിച്ചെങ്കിലും അതൊന്നും ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈ 2 ഗോളിന് പുറമെ 3 ഗോളുകൾ കൂടി അടിച്ചെങ്കിലും അതെല്ലാം ഓഫ്സൈഡായി മാറുകയായിരുന്നു. ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച അവസരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് ഗോളാക്കി കൺവേർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് 5 ഗോളിനെങ്കിലും വിജയിക്കേണ്ടതായിരുന്നു. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ 2 ഗോളിനാണ് വിജയിച്ചത്. ഈ 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിനായി സ്കോർ ചെയ്തത് ഹീസസ് ജിമിനസും നോഹ സദോയിയുമാണ്. ഈ 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നേടുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് നോഹ സദോയിയാണ്. കഴിഞ്ഞ ISL സീസണിൽ നോഹ സദോയി ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തെങ്കിലും സീസൺ അവസാനത്തോടെത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ താരത്തിന്റെ കളിശൈലിയെ വിമർശിക്കുകയുണ്ടായി. എന്നിരുന്നാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് നോഹ സദോയിയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് നേടിയ 2 ഗോളിന്റെയും പ്രധാന പങ്ക് വഹിച്ചത് താരം കൂടിയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താരം നേടിയ ലോങ് റേഞ്ചർ ഗോളാണ്. ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അത്ര പെട്ടെന്നൊന്നും ആ ഗോൾ മറക്കാൻ സാധിക്കുകയില്ല. നിലവിൽ ഇന്നത്തെ വിജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ക്വാർട്ടറിൽ മോഹൻ ബഗാനെ നേരിടുകയും ചെയ്യും.